ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാൻഷു ശുക്ലയെയും മറ്റ് 3 പേരെയും വഹിച്ചുകൊണ്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആക്സിയം 4 ബഹിരാകാശ ദൗത്യം ജൂൺ 19 വിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്നതായി ISRO പ്രഖ്യാപിച്ചു. ജൂൺ 11 ഫ്ലോറിഡയിലെ നാസയുടെ കെൻഡി സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിക്കേണ്ടതായിരുന്നു ആക്സിയം സ്പേസ് ദൗത്യം. എന്നാൽ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലെ ഇന്ധന ചോർച്ചയും പിന്നീട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ റഷ്യൻ വിഭാഗത്തിലെ ചോർച്ചയും കാരണം ആദ്യം വൈകിപ്പിക്കേണ്ടി വന്നു. ISRO ആക്സിയം സ്പേസ് എക്സ് എന്നിവ തമ്മിലുള്ള തുടർ ഏകോപന യുഗത്തിൽ ഫാൽക്കൺ 9 വിക്ഷേപണ വാഹനത്തിൽ നിരീക്ഷിച്ച ഓക്സിജൻ ദ്രാവക ചോർച്ച വിജയകരമായി പരിഹരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് ISRO പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ സ്വെസ്ഡ സർവീസ് മൊഡ്യൂളിലെ മർദ്ദത്തിലെ അപാകത വിലയിരുത്തുന്നതിന് നാസയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആക്സിയം സ്പേസ് അറിയിച്ചിട്ടുണ്ടെന്നും ISRO വ്യക്തമാക്കി. ബഹിരാകാശ യാത്രികർ ആദ്യം മെയ് 29 ലിഫ്റ്റ് ഓഫിന് പോകാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ വിക്ഷേപണ റോക്കറ്റിൻ്റെയും ബഹിരാകാശ ക്യാപ്സ്യൂളിൻ്റെയും ദാതാക്കളായ സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റിൽ ദ്രാവക ഓക്സിജൻ ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് ജൂൺ 8, ജൂൺ 10, ജൂൺ 11 തീയതികളിലേക്ക് പിന്നീട് മാറ്റിവെച്ചിരുന്നു. നാസയുടെ മുൻ ബഹിരാകാശ യാത്രികയും ആക്സിയം സ്പേസിലെ മനുഷ്യ ബഹിരാകാശ യാത്രാ ഡയറക്ടറുമായ പെഗ്ഗി വിൽസൺ വാണിജ്യ ദൗത്യത്തിന് നേതൃത്വം നൽകും. ഇസ്രോയിലെ ബഹിരാകാശ യാത്രികൻ ശുഭാൻഷു ശുക്ല പൈലറ്റായി പ്രവർത്തിക്കും. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ പ്രോജക്റ്റ് ബഹിരാകാശ യാത്രികനായ പോളണ്ടിൽ നിന്നുള്ള സ്ലാവോസ് ഉസ്നാൻസ്കി വിസ്നിയേവ്സ്കിയും ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പോവുമാണ് ദൗത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് 2 പേർ. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ പ്രോജക്റ്റ് ബഹിരാകാശ യാത്രികനായ പോളണ്ടിൽ നിന്നുള്ള സ്ലാവോസ് ഉസ്നാൻസ്കി വിസ്നിയേവ്സ്കിയും ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പോവുമാണ് ദൗത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് 2 പേർ.